ആധുനിക മനുഷ്യനെ പല സൗകര്യങ്ങൾ കൈവന്നിട്ടുണ്ട്. അത് മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കുന്നു, രാജ്യങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കുന്നു. മോട്ടോർ വാഹനത്തിന്റെ കണ്ടുപിടുത്തമാകട്ടെ അതിനെ വളരെയധികം വേഗത കൂട്ടിയിരിക്കുന്നു. അതിനുശേഷം വിമാനങ്ങളുടെ കണ്ടുപിടുത്തം, ഇങ്ങനെ വാഹന സൗകര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ആധുനികമായ രീതിയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു. അതോടുകൂടി രാജ്യങ്ങൾ തമ്മിൽ വളരെ അടുത്തിരിക്കുന്നു, സംസ്കാരങ്ങൾ തമ്മിൽ അടുത്തിരിക്കുന്നു. അങ്ങനെ ആർക്കും എവിടെയും പോകാവുന്നത്, ഏത് ജീവിതവും കണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നത്, അതുപോലെ തന്നെ പോയി മനസ്സിലാക്കാവുന്നത്, ആളുകളുമായിട്ട് ഇടകലരാവുന്നത്, അങ്ങനെ എല്ലാ തരത്തിലും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അങ്ങനെ ഒരു സമന്വയം വന്നിരിക്കുന്നു. ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത് ശ്രീ ഭക്തവത്സലം. അദ്ദേഹം CEO ശ്രീ സായി ട്രാവൽസ് ആൻഡ് സർവീസസ്, തൃശ്ശൂര് പ്രവർത്തിക്കുന്ന, വളരെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. നമസ്കാരം. താങ്കൾ എത്ര വർഷമായി ഈ ഫീൽഡിലേക്ക് വന്നത്? 29 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 29 വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് തന്നെയൊന്നും ഏറ്റവും ആദ്യ കാലഘട്ടങ്ങളിലാണ്, അന്നൊക്കെ ഗൾഫിൽ ലോഞ്ചിലൊക്കെ പോയിരിക്കുന്ന കാലഘട്ടങ്ങളിലാണ്. അങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ അന്തിക്കാട് എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ് ചെറിയ രീതിയിൽ ആരംഭിച്ചത്. പിന്നീട് അവിടുന്ന് ടൗണിലേക്ക് മാറുകയാണ് ചെയ്തത്. അപ്പൊ ആ കാലഘട്ടത്തില് ഈ യാത്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ വെളിയിലേക്കുള്ള യാത്രയൊന്നും ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ ഓഫീസുകളില്ല. എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെയാണ് എയറിന്റെ ടിക്കറ്റൊക്കെ കൺഫേം ചെയ്യണമെങ്കിൽ തിരുവനന്തപുരത്തും ഒക്കെ പോകണം. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇത് ആരംഭിച്ചു. പക്ഷെ നാട്ടുകാരുടെ നിർലോഭമായ സഹകരണങ്ങളെ കൊണ്ട് വളർന്നു. നമ്മൾ തൃശ്ശൂരിലെ നമ്പർ 1. അപ്പോൾ ഏത് മേഖലകളാണ് നിങ്ങൾ കൂടുതൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ഞങ്ങൾ ടിക്കറ്റിംഗ് ആണ്. എയർ ടിക്കറ്റ് ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ളത് കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുത്ത് അവർക്ക് പിന്നെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഉണ്ടോ നോക്കുക, കറക്റ്റായിട്ട് അത് നോക്കുക, കൺഫേം ചെയ്യുക. അങ്ങനെ അവർക്ക് അതുപോലെ പാസ്പോർട്ട് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടൂറുമായി ബന്ധപ്പെട്ട് പാക്കേജ് പ്ലേസ്. ഇപ്പം യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പുതിയ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നിങ്ങളുടെ സേവനം വളരെ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട്. അത് തുടക്കം മുതൽ, അതായത് പാസ്പോർട്ടിന്റെ കാര്യങ്ങൾ മുതൽ. അപ്പോൾ ആ കാര്യത്തിൽ എന്താണ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പാസ്പോർട്ടിൽ ഇവിടെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഡയറക്റ്റ് പാസ്പോർട്ടിൽ ഓഫീസിൽ സബ്മിഷൻ ഉള്ളൂ. അപ്പോൾ അതിൽ ഞങ്ങൾ രജിസ്റ്റർഡ് മെമ്പറാണ്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്കുള്ള വിവരങ്ങൾ അറിഞ്ഞുകൊണ്ട് ബാക്കികൾക്ക് അത് കൺവിൻസ് ചെയ്യാനും ആ ലേറ്റസ്റ്റ് ഇതനുസരിച്ച് അപ്ലൈ ചെയ്യാനും കഴിയും. അപ്പം ഡിലേ ഒഴിവാകും. പിന്നെ നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ ഫോർമാലിറ്റീസ് ഉണ്ടല്ലോ. അത് US, ശ്രീലങ്ക, കോലംബൂർ, ഓരോ സ്ഥലത്തും ഓരോ വിസ നിയമങ്ങളാണ്. അപ്പം അതാത് സമയത്ത് വരുന്നത് നമ്മൾ അപ്ഡേറ്റ് വിവരങ്ങൾ നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ കഴിയുന്നതാണ് ഒരു വലിയൊരു സർവീസാണ്. ശരി. അപ്പം ഈ വിസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വിസ ഞങ്ങൾ വിസിറ്റ് വിസകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. റിക്രൂട്ടിംഗ് ഇല്ല. അത് ഒരു ഏരിയ വളരെ സേഫ് അല്ലാത്തതുകൊണ്ടല്ലേ? അല്ലാത്തതുകൊണ്ട് നമുക്കത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്ക് അത് റിസ്കി ആയതുകൊണ്ട് അത് നോക്കുന്നില്ല. അപ്പം ഈ ടൂർ പാക്കേജുകൾ നടക്കുന്നുണ്ടല്ലേ? എങ്ങനെ, ഏതെല്ലാം രാജ്യങ്ങളിലേക്കാണ്? സിംഗപ്പൂര്, കോലാലംപൂര്, ബാങ്കോക്ക്, ഹോങ്കോങ്, അങ്ങനെയുള്ള പാക്കേജ് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ പാക്കേജ് നടക്കുന്നു, അതുപോലെ പുതിയ ആളുകൾക്ക് ജോലി സംബന്ധമായിട്ട് യാത്ര വേണ്ടി വരുന്നു. ഇതൊക്കെ സാധാരണ. അപ്പോൾ ഈ ടിക്കറ്റിങ് ഒരു വിസ്തൃതമായ ഒരു മേഖലയാണ്. പല കമ്പനികൾക്കും പല റേറ്റാണ്. കഴിയും തോന്നുന്നു.
അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോ ലോ കോസ്റ്റ് എയർലൈൻസ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അവര് ടിക്കറ്റ് ആള് കുറഞ്ഞാൽ റേറ്റ് കുറയ്ക്കും. അപ്പൊ ഞങ്ങളെ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. ഇന്ന് ചോദിച്ച ഫെയർ നാളെ സിസ്റ്റത്തിൽ നോക്കുമ്പോൾ കുറയും. എന്താ വെച്ചാൽ നാളെ ഫ്ലൈറ്റ് ആണെങ്കിൽ അപ്പോൾ അവര് റെഡ്യൂസ് ചെയ്തു. ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട് ഞങ്ങളെ തമ്മിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് തോന്നിയ പോലെ റേറ്റ് ആണ്. ഇപ്പൊ 5000 രൂപയ്ക്ക് ദുബായിക്ക് പോവാം. പക്ഷെ സീസൺ ടൈമില് 15,000 കൊടുക്കേണ്ടി വരും. എയർലൈനിൽ നിന്ന് അങ്ങനെ ചെയ്യുന്നത്. ഇതിനിടയിൽ ചില സമയത്ത് നമ്മള് ഒരു ബുദ്ധിമുട്ടാവും കസ്റ്റമറിനത് കൺവിൻസ് ചെയ്യാം. ശരി. ഇതിനകത്ത് പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡിമാൻഡ് ടൈം ഉണ്ട്. ലീൻ ടൈമും അതുപോലെ തന്നെ പീക്ക് ടൈമും ഉണ്ട്. അത് എല്ലാ സർവീസിലും ഉണ്ടാകാം. പക്ഷെ ഈ ഒരു സർവീസിൽ മാത്രം അതിങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്ത് പോകുന്ന ഒരു സംഗതിയായിട്ട് മാറുന്നു. എന്താണ് റിസഷന് ശേഷം പാസഞ്ചേഴ്സ് യഥാർത്ഥത്തിൽ കുറവാണ്. പിന്നെ അതിനെ അതിജീവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേറ്റ് കുറയുമ്പോൾ കൂടുതൽ സഞ്ചരിക്കുകയാണ് ആൾക്കാർ. അങ്ങനെയാണ് എയർലൈൻ ഉണ്ടാക്കുന്നത്. പഴയ പോലെ റേറ്റ് പറയുകയാണെങ്കിൽ ആൾക്കാർ യാത്ര ചെയ്യില്ല. അന്ന് 16,000 20,000 കൊടുക്കണം വൺ വേ ടിക്കറ്റിന് ദുബായിക്ക്. ഇന്ന് 5,000 പറയുമ്പോൾ അവർ വീട്ടിൽ ചെറിയ അത്യാവശ്യം ബർത്ത്ഡേ ആണെങ്കിൽ അപ്പോൾ വന്നു തിരിച്ചു പോകണം. അപ്പോൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്നുള്ള ആളുകൾ ഇത് നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് ഇതൊരു ചിലപ്പോൾ ഫ്ലൈറ്റിലൊക്കെ പോകാൻ താല്പര്യമുള്ളവർ അത് ഇതുവരെ ജീവിതത്തിൽ പോകാത്ത ആളുകളാണ്. അവർക്കും ഇതൊക്കെ ഉപയോഗിക്കാമല്ലോ. അവർക്ക് ഉപയോഗിക്കാം. തിരുവനന്തപുരം പോണെങ്കിൽ 1,200 രൂപയ്ക്ക് പോവാം. അതുപോലെ ബോംബെക്കും അവർ റെഡ്യൂസ്ഡ് റേറ്റ് ഇടുന്നുണ്ട്. ഇപ്പോൾ സാധാരണക്കാരൻ പോകുന്നുണ്ട്. ഡൽഹിക്ക് 3,000 രൂപയ്ക്ക് പോവാം. അപ്പൊ ട്രെയിനിന് പോയി 2 ദിവസം ഇരിക്കണ്ടല്ലോ. അപ്പൊ സാധാരണക്കാരൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഇപ്പൊ നമുക്ക് പണ്ട് ഗൾഫുകാരും വലിയ വലിയ ബിസിനസ്സുകാരും ബാങ്ക് എംപ്ലോയീസ് മാത്രമേ യാത്ര ചെയ്തിരുന്നുള്ളൂ. ഇന്നിപ്പോ സാധാരണക്കാരനും ഒരു 3,500 എന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ പോകാൻ എനിക്ക് തോന്നുന്നത് ഈ മേഖലയായിരിക്കും നിങ്ങളെ പോലെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ അല്ലേ? റെയിൽവേ ടിക്കറ്റ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ പറയുവാണെങ്കിൽ ഫ്ലൈറ്റിന് എടുത്തോ ഇത്രയും വ്യത്യാസമുള്ളൂ. സെക്കൻഡ് എ സി ഇത്ര രൂപ. അപ്പൊ ഫ്ലൈറ്റിനാണെങ്കിൽ 3,000. അപ്പൊ അത് എടുക്കാന്ന് പറയുമ്പോൾ ഉടനെ ആൾക്കാര് ആ ഒരു രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് മനസ്സിലായി അത് ഒരു സേവനം തന്നെയാണ്. അതാണ് യഥാർത്ഥത്തില് ഇതുപോലെ ഏജൻസികൾ ചെയ്യേണ്ടത്. വേറെ ഏതെല്ലാം രംഗങ്ങളിൽ നിങ്ങളുടെ സേവനം? ഞങ്ങൾ വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ, പിന്നെ എക്സ്പ്രസ് മണി ട്രാൻസ്ഫർ UEXന്റെ അത് പിന്നെ ഇത്ര വർഷത്തെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഞങ്ങളിപ്പോൾ പുതിയൊരു അനക്സ് ഓഫീസ് ഫ്രണ്ടില് ഈ 9th ഇനോഗ്രേറ്റ് ചെയ്യാണ്. അതായത് കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ടുള്ള ഓഫീസ് നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്യാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ അയാട്ട അതും നമ്മൾ ഗവൺ ചെയ്യാൻ പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാവൽ ഇൻഡസ്ട്രി പഠിച്ചിട്ടുള്ള ആൾക്കാരെ കിട്ടാൻ വിഷമമാണ്. അവരെപ്പോഴും പെട്ടെന്ന് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്കോപ്പുള്ള മേഖലയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി തുടങ്ങാനുള്ള ഉദ്ദേശമുണ്ട്. അപ്പം ഈ ഫീൽഡില് ചെറുപ്പക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് പുതിയ പുതിയ മേഖലകൾ തുറന്നു കിട്ടുക, അവസരം ഉണ്ടാക്കി കൊടുക്കുക, അതുകൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വർഷത്തെ ഇപ്പോൾ ഇത്രയും ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളെന്നുള്ള നിലയിൽ എന്തൊക്കെയാണ് അനുഭവം? നമ്മുടെ ഈ പ്രദേശത്തെ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ എന്താണ്? കൂടുതൽ ആളുകളെ പരിചയപ്പെടാനും നല്ല നല്ല സേവനങ്ങൾ നമുക്ക് കൊടുക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. ഒരു ലോട്ട് ഓഫ് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുണ്ട്. നമ്മൾ ഗൾഫിൽ പോകാണെങ്കിലും എവിടെ പോകാണെങ്കിലും നമ്മൾ ഓടി വിളിക്കുകയാണ്. സായി എന്നുള്ള പേരിലാണ് കൂടുതൽ അറിയപ്പെടുക. പരിസരത്താണെങ്കിലും അതേ സായി നമ്മൾ പോകുമ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം അതാണ് പോകാൻ. അത്രയും സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് നമുക്ക് ഓരോ ദിവസം ഇല്ലാണ്ട്. അപ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അത് കിട്ടുന്നത്. ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഒരു സർവീസ് മൈൻഡഡ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ആ ഒരു പേരും അതിന്റെ പ്രവർത്തനമൊക്കെ എന്താണ്? നമ്മൾ സിദ്ധിസായി സംഘടനയുടെ അന്തിക്കാട് സമിതി കൺവീനറാണ്. അവർ നമ്മൾ അന്തിക്കാട് മാങ്ങാട്ടുകര ശ്രീസായി വിദ്യാപീഠം പറഞ്ഞിട്ട് ഒരു സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്. സൗജന്യമായിട്ട് CBSE അത് ഗവർണറാണ്. ഈ രംഗത്ത് ഏതെങ്കിലും പുരസ്കാരങ്ങൾ പ്രവർത്തന മികവിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? നമുക്ക് ആദ്യമായിട്ട്
ആദ്യമായി ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് തുടങ്ങിയപ്പോൾ തൃശ്ശൂരിൽ നമ്മളാണ് ഇവിടുത്തെ പാസഞ്ചർ സെയിൽസ് ഏജന്റ്. അപ്പോൾ അന്ന് ടോപ്പ് 10 ഏജൻസ് അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ജെറ്റ് എയർവേസിന്റെ നിന്നും നമുക്ക് കൂടുതൽ സെയിൽസിനുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ ഒരു അവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൊതുജനങ്ങൾക്ക് ഈ കാര്യത്തെ കുറിച്ച് വളരെയധികം അവബോധമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവരിപ്പോൾ ഒരു പുതിയ യാത്രയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു ജോലി മറ്റു എവിടെയെങ്കിലും വിദേശത്ത് കിട്ടുന്നു. അപ്പോൾ അതിന് അവർ പാലിക്കേണ്ടതായ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അത് ഗവൺമെന്റൊക്കെ പലപ്പോഴും ഇന്ത്യ ഗവൺമെന്റ് പല പരസ്യങ്ങളൊക്കെ നടത്താറുണ്ടെങ്കിലും അതിനെക്കുറിച്ച് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ താങ്കൾക്ക് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ചെറിയ ഹ്രസ്വമായ കുറച്ച് നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുമെങ്കിൽ നന്നായിരുന്നു. അല്ല, പാസ്പോർട്ട് വാലിഡിറ്റി ചെക്ക് ചെയ്യണം. യാത്ര ചെയ്യുന്ന 6 മാസത്തെ വാലിഡിറ്റി ഉണ്ടാവണം. പുറത്തേക്ക് പോകണമെങ്കിൽ പാസ്പോർട്ടിന്, അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് അവർ നടക്കും. പിന്നെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇമിഗ്രേഷൻ ക്ലിയറൻസ് എന്ന് പറയുന്നത് മറ്റു രാജ്യത്തേക്ക് പോകാനുള്ള SSLC പാസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് കിട്ടും. അല്ലെങ്കിൽ പാസ്പോർട്ടിൽ 3 കൊല്ലം അപ്ലോഡ് നിന്നിട്ടുണ്ടായിരിക്കും. നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യണം? ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക രാജ്യത്തേക്ക് പോകണമെന്ന് വെച്ചോ, അപ്പൊ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വിസ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എംബസി വഴിയാണോ? കോൺസുലേറ്റ് ഉണ്ട്. ഇപ്പൊ സിംഗപ്പൂരാണ്, മലേഷ്യ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രോസസ് ചെയ്യും. അത് ചെന്നൈയിൽ കോൺസുലേറ്റ് ഉള്ളത്, അവിടെ കൊടുത്ത് സ്റ്റാമ്പ്. അതിന് പ്രത്യേക ഫീസ് ഉണ്ടോ? ഫീസ് ഓരോ രാജ്യങ്ങളും. അതേസമയത്ത് US UK ആണെന്നുണ്ടെങ്കിൽ അത് BFS സെന്റർ ഉണ്ട്, അവിടെ കൊടുത്ത് അത് പ്രോസസ് ചെയ്തിട്ട് US ആണെങ്കിൽ ചെന്നൈയിൽ ഇന്റർവ്യൂവിന് പോകാം. ട്രാവൽ സർവീസിന്റെ പ്രവർത്തന മേഖലയെ കുറിച്ചിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ആ രംഗത്ത് പലർക്കും പല അറിവുകളും ലഭിക്കേണ്ടത് ആവശ്യമാണ്. വെളിയിൽ യാത്ര പോകുന്നവർക്ക് ഈ അറിവുകളെല്ലാം തന്നെ അവരുടെ യാത്രയ്ക്ക് പ്രയോജനപ്പെടും. അതിനെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സഹകരിച്ച ശ്രീ ഭക്തവത്സലം അവരോട് ഞങ്ങളുള്ള നന്ദി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അറിയിക്കുന്നു. നന്ദി.